ഈയിടെയായി ഭൂമി കറങ്ങുന്നത് ഒരല്പം വേഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ചില ദിവസങ്ങളുടെ നീളം അല്പം കുറയുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പ്രവചനം. കുറച്ചു വർഷങ്ങളായി ഭൂമി കറങ്ങുന്നതിലെ സമയവേഗത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഏകദേശം 2020 മുതൽ മുൻപത്തേക്കാൾ വേഗത്തിലാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ വരാനിരിക്കുന്ന ചില ദിവസങ്ങളിൽ ഭൂമി കുറച്ചധികം വേഗത്തിൽ കറങ്ങുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തൽ. ജൂലൈ 9, 22, ഓഗസ്റ്റ് 5 എന്നിവയായിരിക്കും ആ ദിവസങ്ങൾ. അതിൽ തന്നെ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഓഗസ്റ്റ് 5-ന് മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസം ഒരല്പം കൂടുതലായിരിക്കും. 2029 ആവുമ്പോഴേക്കും ദിവസത്തിന്റെ ദൈർഘ്യത്തിൽ ഒരു ലീപ് സെക്കൻഡിന് മാറ്റമുണ്ടാവുമെന്ന് കൂടി ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. അതായത് ഓഗസ്റ്റ് 5-ന് ഒരു ദിവസത്തിന് 24 മണിക്കൂറിനേക്കാൾ 1.51 മില്ലി സെക്കൻഡ് കുറവായിരിക്കും. എന്നാൽ ഈ പ്രതിഭാസം 2025 വരെ മാത്രമേ ഉണ്ടാവൂ എന്നാണ് timeanddate.com വെബ്സൈറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണം, ഭൂമിയിൽ ഉണ്ടാവുന്ന ഭൂകമ്പങ്ങൾ, അങ്ങനെ ചില പ്രതിഭാസങ്ങൾക്ക് ഭൂമിയുടെ കറക്കത്തെ സ്വാധീനിക്കാനാവും. 2011 മാർച്ചിൽ ജപ്പാന് സമീപം 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഭൂമിയുടെ അച്ചുതണ്ടിന് മാറ്റം വരുത്തിയെന്നും ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ചെറുതായി കുറയുകയും ചെയ്തു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ ദിവസത്തിലുണ്ടാവുന്ന സമയദൈർഘ്യത്തിലെ മാറ്റം ചെറുതാണെങ്കിലും സമയമാറ്റം സംഭവിക്കുന്നത് ഇതാദ്യമായല്ല. എന്നാൽ ഭൂമിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും ഉപഗ്രഹ സംവിധാനങ്ങളെയും GPS കൃത്യതയും സമയം എങ്ങനെ ട്രാക്ക് ചെയ്യുന്നു എന്നതിനെയും ബാധിക്കുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. ദിനോസറുകൾ ജീവിച്ചിരുന്ന കാലത്ത് ദിവസങ്ങൾക്ക് 23 മണിക്കൂറായിരുന്നു ദൈർഘ്യം. 200 ദശലക്ഷം വർഷങ്ങൾ കഴിയുമ്പോൾ ദിവസത്തിന്റെ ദൈർഘ്യം ഏകദേശം 25 മണിക്കൂറായിരിക്കുമെന്നും ശാസ്ത്രജ്ഞർ പ്രവചിക്കുന്നു. ഭൂമിയുടെ ഭ്രമണവേഗത കൂടുന്നതിന് പിന്നിലെ നിഗൂഢത ശാസ്ത്രജ്ഞർ ഇതുവരെ കണ്ടെത്തിയില്ലെങ്കിലും ചന്ദ്രന്റെ ആകർഷണം, ഭൂമിയുടെ കാമ്പിലെ ചലനം, സമുദ്രപ്രവാഹം എന്നിവയുടെ സ്വാധീനം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.